ഉപ്പള കൈക്കമ്പയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും അഴുക്ക് ജലം അലക്ഷ്യമായി പുറന്തള്ളുന്നതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ ബഹുജന മാർച്ച് നടത്തി. മനുഷ്യാവകാശ പ്രവർത്തകൻ കൂക്കൽ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഉപ്പള കൈക്കമ്പയിലെ KGN അപ്പാർട്ട്മെന്റിൽ നിന്നും ദേശീയപാതയിലേക്കും പരിസര പ്രദേശങ്ങളിലും അലക്ഷ്യമായി അഴുക്കുവെള്ളം ഒഴുക്കിവിടുന്നതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ അപ്പാർട്ട്മെന്റിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. നിരവധി പേർ പങ്കെടുത്ത മാർച്ച് ഫ്ളാറ്റ് സമുച്ചയത്തിന് മുന്നിലെത്തിയതോടെ പോലീസ് തടഞ്ഞു. തുടർന്ന് ഇവിടെ നടത്തിയ ധർണാ സമരം മനുഷ്യാവകാശ പ്രവർത്തകൻ കൂക്കൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അനധികൃതവും അശാസ്ത്രീയവുമായ കെട്ടിടങ്ങൾ അടിക്കടി ഉയർന്നുവരാൻ കാരണം അധികാരികളുടെ നിസ്സംഗത തന്നെയാണെന്നും പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും മറ്റു സർക്കാർ സംവിധാനങ്ങളെയും എല്ലാം നോക്കുകുത്തികളാക്കി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ രീതിയിലുള്ള ജനങ്ങളുടെ മുമ്പിലും നീതി നിഷേധിക്കപ്പെടുന്ന രംഗമുണ്ടാകുമ്പോൾ അതിന്റെ പ്രതിഷേധമായി സ്വയം രൂപപ്പെടുന്ന ആൾക്കൂട്ടമാണ് ഈ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയ കക്ഷിയുടെ വിഷയമില്ല, ഒരു മതസംഘടനയുടെയോ സാമുദായിക സംഘടനയുടെയോ പ്രാദേശിക തലത്തിലുള്ള സംഘടനയുടെയോ ഒരു നേതൃത്വമില്ല. പകരം എല്ലാ വിധത്തിലുള്ള ജനങ്ങളും ഒന്നിച്ചു നിന്ന് എതിർക്കുന്ന കാര്യമാണ്. നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ വേണ്ടി സർക്കാരുകളും അതുപോലെ തന്നെ പല ശക്തികളും പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും അപകടകരമായ ലോകത്തെ സാമൂഹ്യ മനസാക്ഷിയെ, ജീവശാസ്ത്രത്തെ, മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത്. ചടങ്ങിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മണ്ണൻകുഴി അധ്യക്ഷനായി. നേതാക്കളായ സിദ്ദിഖ് കൈക്കമ്പ, സത്യൻ സി ഉപ്പള, മുഹമ്മദ് കൈക്കമ്പ, KF ഇക്ബാൽ, അയൂബ് ഹാജി മലൻ, അബു തമാം, രാമമേസ്ത്രി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.